രണ്ട് പേരുണ്ടെനിക്ക്. അതിലൊന്ന് മശിഹായുടെ പേരാണ്. ഒരു അപ്പോസ്തലൻ സഭയ്ക്ക് വന്ദനം പറയുന്നതിൽ എൻ്റെ പേരുണ്ട്. എങ്കിൽ എൻ്റെ പേരുകൾ എന്ത്? യേശു, യുസ്തോസ്. കൊലോസ്യർ 4:11. എൻ്റെ അമ്മയുടെ ഭവനത്തിലെ പ്രാർത്ഥനാ സമയത്ത് ഒരുവൻ ജയിലിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു വന്നു. ആ അമ്മയുടെ മകനായ എൻ്റെ പേരുകൾ എന്തെല്ലാം? മർക്കോസ്, യോഹന്നാൻ. അപ്പോസ്തലപ്രവൃത്തികൾ 12:12. രണ്ട് പേരുള്ള ഞാൻ ഇരട്ട സഹോദരന്മാരിൽ ഒരുവനാണ്. സഹോദരനാൽ ചതിക്കപ്പെടുകയും ചെയ്തു. എൻ്റെ താമസം പർവ്വതത്തിലാണ്. എങ്കിൽ എൻ്റെ പേരുകൾ എന്തെല്ലാം? ഏദോം, ഏശാവ്. ഉൽപ്പത്തി 36:8. അടിമയായി പാർത്ത ദേശത്ത് ഞാൻ മഹാനും രാജകൊട്ടാരത്തിൽ താമസിക്കുന്നവനുമായി തീർന്നു. എനിക്കുള്ള പേര് കൂടാതെ അവിടെയുള്ള ദൈവത്തിൻ്റെ പേരും എനിക്കുണ്ട്. എങ്കിൽ എൻ്റെ പേരുകൾ എന്തെല്ലാം? ദാനിയേൽ, ബേൽഷസർ. ദാനിയേൽ 2:48-49. 4:8. ഒന്നാമൻ ഞാൻ. എനിക്കുള്ള പേര് കൂടാതെ വേറൊരുവനും എനിക്ക് പേരിട്ടു. എനിക്ക് പേരിട്ടവനെ ഞാൻ തള്ളിപ്പറഞ്ഞു. എങ്കിൽ എൻ്റെ പേരുകൾ ഏതെല്ലാം? പത്രോസ്, ശീമോൻ. മത്തായി 10:2. ലേവ്യരിൽ പെട്ടവനാണ് ഞാൻ. ഒരു ജാതീയ സ്ത്രീയെ വിവാഹം കഴിച്ചു എങ്കിലും ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. എനിക്ക് രണ്ട് പേരുകളുണ്ട്. ആ പേരുകൾ ഏതെല്ലാം? കേലയാവ്, കെലീത്ത. എസ്ര 10:18, 19, 23, 44. ലേവ്യ വംശജനായ എനിക്കുള്ള പേര് കൂടാതെ യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരർത്ഥം വരുന്ന പേര് കൂടി എനിക്കിട്ടു. ഞാൻ എൻ്റെ സമ്പത്ത് ഉപേക്ഷിച്ച് സുവിശേഷ വേലയിൽ ഇറങ്ങി. എൻ്റെ പേരുകൾ എന്തെല്ലാം? പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ബർന്നബാസ്, യോസേഫ്. പ്രവർത്തികൾ 4:36-37. ഞാനൊരു ന്യായാധിപനാണ്. യഹോവ കൽപ്പിച്ച ഒരു കാര്യം ഞാൻ ചെയ്തതുകൊണ്ട് ഒരു കൂട്ടർ എനിക്ക് പേരിട്ടു. എങ്കിൽ എൻ്റെ പേരുകൾ എന്തെല്ലാം? ഗിദെയോൻ, യെരുബ്ബാൽ. ന്യായാധിപന്മാർ 6:25-32. ഞാൻ പ്രശസ്തനായ ഒരു ഇസ്രായേൽ രാജാവായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ ഇട്ട പേര് കൂടാതെ ഒരു പ്രവാചകനും എനിക്ക് പേരിട്ടു. എങ്കിൽ എൻ്റെ പേരുകൾ ഏതെല്ലാം? ശലോമോൻ, യെദിദ്യാവ്. 2 ശമൂവേൽ 12:24-25. രണ്ട് പേരുള്ള ഞാൻ ഒരു ജാതീയ രാജാവിൻ്റെ ഭാര്യയായിരുന്നു. എന്നെ എൻ്റെ സഹോദരനാണ് വളർത്തിയത്. എങ്കിൽ എൻ്റെ പേരുകൾ ഏതെല്ലാം? എസ്തേർ, ഹദസി. എസ്തേർ 2:7.